രണ്ടായിരങ്ങളുടെ ആദ്യ കാൽനൂറ്റാണ്ട് പൂർത്തിയാവുകയാണ്. പുതുപ്രതീക്ഷകളോടെ 2026 വരവേറ്റിരിക്കുന്നു ലോകം. വിദൂര പസഫിക് ദ്വീപരാഷ്ട്രമായ കിരിബാത്തിയിൽ 2026 ആദ്യമെത്തി. പിന്നാലെ ന്യൂസിലൻഡിലെ ചാതം, ഓക്ലൻഡ് ദ്വീപുകളിലും പുതുവർഷമെത്തി. സംസ്ഥാനത്തും പുതുവർഷത്തെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. മണിക്കൂർ കൂടി നമുക്ക് പുതുവർഷം എത്താൻ അത്ര സമയമേ ഉള്ളൂ. പുതുവർഷത്തെ വരവേൽക്കാൻ വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് എല്ലായിടത്തും നടക്കുന്നത്. കൊച്ചിയിലും തിരുവനന്തപുരം നഗരങ്ങളിലും കടുത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അജയ് സുധ, ബിജു കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ എന്നിവർ ചേരുന്നു. ആദ്യം ആജ്ഞയിലേക്ക്. ആജ്ഞ, കേരളത്തിൽ ഏറ്റവും ഗംഭീരമായി ന്യൂ ഇയർ ആഘോഷിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ സംശയമൊന്നുമില്ല, കൊച്ചിയിലാണ്. എങ്ങനെയുണ്ട് കൊച്ചിയിലെ വൈബ്? ശ്രീജ, ഇപ്പോൾ ഉള്ളത് മറൈൻ ഡ്രൈവിലാണ്. എന്നിരുന്നാലും കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ ന്യൂ ഇയറിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു കഴിഞ്ഞു. എനിക്ക് പിന്നിലായിട്ട് കാണാം ഒരു ക്രൂസിലേക്ക് പോകാനുള്ള അവർ തന്നെ പുതിയ ഒരുപാട് ന്യൂ ഇയർ ഓഫറുകളും ഒക്കെ ആയിട്ടാണ്. വലിയ തിരക്ക് തന്നെ. അതായത് നമ്മുടെ ഈ മറൈൻ ഡ്രൈവിൽ തന്നെ ദിവസവും ഈ ക്രൂസ് യാത്രയുണ്ട്. പക്ഷേ ന്യൂ ഇയർ പ്രമാണിച്ച് നിരവധി ഓഫറുകളോടുകൂടി കുടുംബങ്ങളൊക്കെ വന്നു പോകുന്ന ഈ സാഹചര്യം കൂടിയുണ്ട്. ഒരുപാട് പേര് അതിന്റെ പിന്നാലെ പോകുന്നുണ്ട്. മറൈൻ ഡ്രൈവിൽ മറ്റുള്ള ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ബോട്ടിങ്ങും അതുപോലെ ഒരുപാട് പേര് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നമുക്കറിയാം മറൈൻ ഡ്രൈവിന്റെ ഒരു രീതി അനുസരിച്ചിട്ട് രാത്രിയിലാണ് കൂടുതൽ ഭംഗിയുണ്ടാവുക. കാരണം ഈ മരങ്ങളിലെല്ലാം ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. LED ബൾബുകളൊക്കെ ആയാലും ചെറിയ തരത്തിലുള്ള സ്ട്രിംഗ് ലൈറ്റുകളൊക്കെ ആയാലും നിരവധി ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്ന് ഇവിടെ വെക്കേഷൻ, രണ്ടാമത്തത് ന്യൂ ഇയർ ആഘോഷം കാണാനിറങ്ങിയവർ നിരവധിയാണ്. നമുക്ക് പല ആളുകളും നമ്മൾ നേരത്തെ ലൈവ് എടുത്ത സമയത്തും പല ആളുകൾക്കും ക്യാമറയ്ക്ക് മുന്നിൽ വരാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചിലരൊക്കെ ചിലപ്പോൾ വീട്ടിൽ ഒളിച്ചിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അവരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇത് ഒന്ന് ഡിലീറ്റ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചവരുണ്ട്. പക്ഷെ ചേട്ടാ, ന്യൂ ഇയർ ആഘോഷം കാണാൻ വന്നതാണോ? ന്യൂ ഇയർ ആഘോഷത്തിന് വന്നതാണോ? എന്നാലും എങ്ങനെയുണ്ട്? ക്രൂസ് വല്ലതും പോയോ? ക്രൂസ് യാത്ര വല്ലതും പോയോ? ഇല്ല, പോയില്ല. വെയിറ്റിംഗിലാണ് ഫാമിലി. അതെ. എവിടുന്നാണ് വരുന്നത്? ഞാൻ കായംകുളത്ത്. കായംകുളത്ത് നിന്നുള്ളവരാണ്. അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ എന്തായാലും നിലവിൽ ഇപ്പോൾ കൊച്ചിയിലുണ്ട്. എങ്ങനെയുണ്ട് ന്യൂ ഇയർ? ന്യൂ ഇയർ അടിച്ചു പൊളിക്കാണ്. ഇവിടെ തിരുവനന്തപുരത്തുള്ളതാണ്. ഇവിടെ വന്നു. ഓ അതെ, ഇവിടെ വന്നു. ഇന്നലെ വന്നു. ഓ, ആഘോഷിക്കാൻ വേണ്ടി വന്നു. ഓ, കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു രക്ഷയില്ല. കൊച്ചി എന്നൊക്കെ പറഞ്ഞ സീനാണ്. അതെ, നമ്മുടെ തിരുവനന്തപുരം പോലെയല്ലേ, ഇവിടെ വന്ന സീനാണ്. അപ്പൊ ശരി, നമുക്ക് ഇനി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. എന്നെ അറിയാന്നുള്ളവരൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടോളണം. എന്താണ് ചേട്ടാ, हाँ इस साइड ले करीम जूस पानी ले साइड वो झारखंड कोटे से പണിപാളി. സാരമില്ല, യു കണ്ടിന്യൂ, കുഴപ്പമില്ല. ഒരു ബൈക്കിനൊക്കെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്താൽ ശ്രീജ, ഞാൻ സാരമില്ല, പോട്ടെ. നമ്മൾ മാത്രമേ കണ്ടുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. അധികം അപകടമൊന്നും പറ്റിയില്ലല്ലോ. തുടങ്ങണല്ലേ ഉള്ളൂ, അടിച്ചു പൊളിച്ച് വരണേ ഉള്ളൂ. കുഴപ്പമില്ല, ഒരാളോട് വരാണ്ട് വെയിറ്റ് ചെയ്യാണ്. കിട്ടിയതിന് നേരം മെട്രോ പിടിക്കാൻ നേരെ പോവാ. അങ്ങോട്ട്. അതെ അതെ, എല്ലാ കൊല്ലം അവിടെ തന്നെ. ഞാൻ തൃശ്ശൂരാണ്.
ഇവർ രണ്ടുപേരും പാലക്കാട്. പാലക്കാടാ? പാലക്കാട് എവിടെയാ? ഞാൻ മണ്ണാർക്കാട്, ആള് കല്ലടിക്കോട്. എല്ലാ വർഷവും ഇവിടെ തന്നെയാണ്. ആ ഞങ്ങള് ഫസ്റ്റ് വർഷം നിങ്ങൾ ആദ്യമായിട്ടാ? ഞങ്ങള് എല്ലാ പ്രാവശ്യവും കോടന്നൂര്. അപ്പൊ ന്യൂസ് 18 ഒരു ഹാപ്പി ന്യൂ ഇയർ പറയാമോ? ഓ ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ. ശ്രീജ, അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ ഉണ്ട്. തിരുവനന്തപുരത്ത്, പാലക്കാട്, തൃശ്ശൂർക്കാരെ കണ്ടു, ജാർഖണ്ഡുകാരനെ കണ്ടു. അങ്ങനെ എന്തായാലും നമ്മള് എങ്ങനെയുണ്ട് ന്യൂ ഇയർ? എങ്ങനെയുണ്ട്? കിഴക്കമ്പലം. അങ്ങനെയാണല്ലേ? എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ ഫോട്ടോസിൽ പോകാനിരിക്കുവാണോ? ആദ്യമായിട്ട് പോകാനിരിക്കണം. വോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ചേട്ടാ, എവിടുന്നാ? കോയമ്പത്തൂർ. കോയമ്പത്തൂർ. ആദ്യമായിട്ടാണോ? മലയാളം അറിയില്ല, ഇംഗ്ലീഷ് തന്നെ പറയുന്നത്. ഇംഗ്ലീഷ് യു ഫസ്റ്റ് ടൈം? No, we came every year, New Year for 30% one. We'll be here in Cochin. Okay, you are waiting for photos, going to photos. No, we're not going for just for a ride. 1 hour journey. Yeah. You're staying here. We are staying here. Yeah. Hello, hi. How about you? I'm Shamla. Okay. Yeah. We are coming from Coimbatore. Okay, hi. Okay, Happy New Year. Happy New Year. Thank you. Happy New Year. Happy New Year. Happy New Year. ശ്രീജ, അങ്ങനെ പല ഇടങ്ങളിലുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും എനിക്കിങ്ങനെ ചില സമയത്തൊക്കെ ഒരു എന്താ പറഞ്ഞേ, ഒരു ഗ്ലിച്ച് എന്നൊക്കെ കരുതാൻ മതി കേട്ടോ. ആരെങ്കിലും ഒക്കെ വായിൽ വന്ന് ചാടും. പക്ഷെ അവർക്ക് മൈക്ക് വെച്ച് കൊടുക്കുക മലയാളിയാണോ, തമിഴിനാണോ, തെലുങ്കാണോ ഒന്നും അറിയാത്ത അവസ്ഥയാണ്. എന്നാലും അപ്പൊ തന്നെ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് പതുക്കെയാണ് സ്ഥലം. ഒരു എന്താ പറയുക, ആദ്യം കൂടുതലൊന്നും നോക്കണ്ട, അപ്പൊ തന്നെ ഹാപ്പി ന്യൂ ഇയർ പറയാം. അതിന് ഒരൊറ്റ ഭാഷയുള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. അപ്പൊ ഇനി വല്ല ജാർഖണ്ഡ്, ബംഗാൾ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ആരെങ്കിലും ഒക്കെ കിട്ടുമെന്ന് നോക്കൂ. നമുക്ക് തിരിച്ചു വരാം, അവിടെ നിന്നുള്ള പുതിയ വിശേഷങ്ങളിലേക്കൊക്കെ വരാം. അജയ് കൂടി ചേരുന്നുണ്ട്. അജയ്, തിരുവനന്തപുരത്ത് കോവളം, ശംഖുമുഖം, അങ്ങനെ വർക്കല ഒക്കെയാണ് പ്രധാനപ്പെട്ട ആഘോഷമുള്ളത്. അവിടെ ഒന്നും പോവാതെ സ്റ്റുഡിയോയിലാണ് ഇപ്പോൾ അജയ് തൽക്കാലം നിൽക്കുന്നത്. അവിടെയൊക്കെ എന്തായി ഒരുക്കങ്ങൾ? ഇവിടെ സ്റ്റുഡിയോയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ന്യൂ ഇയർ ആഘോഷങ്ങൾ ഇപ്പോൾ നമുക്ക് കൂടി വന്നിട്ട് ഒന്നിച്ച് ആഘോഷിക്കാം. മറ്റ് ബീച്ചിലെ ആഘോഷങ്ങളൊക്കെ അതിനി മണിക്കൂറുകളുണ്ട്. ആദ്യം കിരിബാത്തി ഐലൻഡിലാണ് ലോകത്ത് ആദ്യമായിട്ട് തന്നെ ഈ ന്യൂ ഇയർ സെലിബ്രേഷൻസ് വന്നത്. ഇന്ത്യയെക്കാളും 8.5 മണിക്കൂർ നേരത്തെയാണ് അവിടുത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ. അതായത് ഇന്ത്യൻ സമയം 3:30 തന്നെ കിരിബാത്തി ഐലൻഡ്സ് ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ന്യൂസിലൻഡ് ന്യൂ ഇയർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഓക്ലാൻഡ് ഐലൻഡിലൊക്കെ ന്യൂ ഇയർ ആഘോഷങ്ങളെല്ലാം തകൃതിയായി തന്നെ നടന്നു. പിന്നെ ചഥം ഐലൻഡിലും ന്യൂ ഇയർ ആഘോഷങ്ങളെല്ലാം ഉണ്ടായി. ഇനി അടുത്ത് ഒരു പ്രധാനപ്പെട്ട ന്യൂ ഇയർ ആഘോഷം നടക്കാനിരിക്കുന്നത് സിഡ്നി നഗരത്തിലാണ്. അത് 6:30 അവിടുത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ന്യൂസിലൻഡിനെയും, പിന്നെ ഇപ്പോൾ കിരിബാത്തി ആദ്യം ന്യൂ ഇയർ കാണിച്ചു, പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ന്യൂസിലാൻഡ്, പിന്നെ ഓസ്ട്രേലിയ, പിന്നെ റഷ്യ, ജപ്പാൻ, ചൈന എന്നീ രാജ്യങ്ങളെല്ലാം ന്യൂ ഇയർ കണ്ടതിന് ശേഷമായിരിക്കും ഇന്ത്യയിലേക്കുള്ള ഈ ന്യൂ ഇയറിൻ്റെ ഒരു കടന്നുവരവെന്ന് പറയുന്നത്. 2025 ഇപ്പോൾ ശ്രീജ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 1/4 നൂറ്റാണ്ട് കഴിഞ്ഞ് ഇനി അടുത്ത 1/4 നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംഭവ ബഹുലമായിട്ടുള്ള ഒരു വർഷം തന്നെയായിരുന്നു 2025. രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ വിനോദപരമായിട്ടും പിന്നെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഒരുപാട് നിമിഷങ്ങൾ, ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരുപാട് നല്ല നിമിഷങ്ങൾ 2025 സമ്മാനിച്ചു. അതുപോലെ തന്നെ സങ്കടമുണ്ടാക്കുന്ന ഒരുപാട് പേരുടെ നഷ്ടം കൂടി സംഭവിച്ച വർഷം കൂടിയാണ് 2025. ഇപ്പോൾ നമുക്കറിയാം ഈ ഡിസംബറിൽ ചലച്ചിത്ര നടൻ ശ്രീനിവാസൻ്റെ മരണം സംഭവിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് മഹാരഥന്മാർ കൂടി നമ്മളെ വിട്ടുപിരിഞ്ഞ ഒരു വർഷം കൂടിയാണ് ഈ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇനി 2026 ഒരുപാട് പുതു പ്രതീക്ഷകളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് പേർ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ നടത്തിക്കൊണ്ടിപ്പോൾ അടുത്ത് 2026 കടക്കുകയാണ്. എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എല്ലാ വർഷങ്ങളിലും സംഭവിക്കുന്നത്. എത്രയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്താലും അതിനൊക്കെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന കാര്യങ്ങളായിരിക്കും എല്ലാ വർഷവും സംഭവിക്കുന്നത്. ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എത്ര എടുത്താലും അതൊന്നും പാലിക്കാൻ കഴിയാതെ പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം
പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനും ഒന്നുമില്ല. എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയൊക്കെ ജീവിക്കണം. അപ്പോൾ അതുപോലെ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ ഒരുപാട് പേര് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ഓൾ ദ ബെസ്റ്റ്. എന്തായാലും നമുക്ക് ഇനി ഇന്ത്യയിലെ സെലിബ്രേഷൻസ് അതിന് കുറച്ചുകൂടി മണിക്കൂറുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓൺ ഗ്രൗണ്ടിലെ കാഴ്ചകൾ കൂടി നമുക്ക് നേരിട്ട് തന്നെ കാണാം. തീർച്ചയായും. അടുത്തത് സിഡ്നിയാണ്. സിഡ്നിയിലെ ഫയർ വർക്ക്സ് ലോകം മുഴുവൻ കാത്തിരിക്കുന്നതാണ്. ന്യൂ ഇയറിൻ്റെ ഭാഗമായി അവിടെ നടക്കുന്ന ഏറ്റവും മനോഹരമായ അവിടുത്തെ ആ കരിമരുന്ന് പ്രയോഗം. അപ്പോൾ അതിലേക്കാണ് ഇനി അടുത്ത കാഴ്ചകൾ അവിടെ നിന്നാണ് വരാനുള്ളത്. കിരിബാത്തി കഴിഞ്ഞു, ന്യൂസിലാൻഡിലെ ഓക്ലൻഡും ഒക്കെ കഴിഞ്ഞു. അടുത്തത് സിഡ്നിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം ന്യൂ ഇയറിനായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ സുരക്ഷ വളരെ കർശനമാക്കിയിട്ടുണ്ട്. ബാറുകളൊക്കെ 12 മണി വരെ തുറന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ കൂടി പോലീസ് ഒരുക്കുന്നുണ്ട് എല്ലായിടത്തും. അപ്പോൾ പുറത്തിറങ്ങുന്നവരൊക്കെ ശ്രദ്ധിച്ചൊക്കെ പോകുന്നത് നല്ലതായിരിക്കും. ന്യൂ ഇയർ ആയിട്ട് കയ്യിൽ നിന്ന് പെറ്റിയൊക്കെ പോകുന്നത് അത്ര നല്ല കാര്യമാവില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നമുക്ക് ഈ പുതുവർഷത്തെ വളരെ മനോഹരമായി സന്തോഷത്തോടെ വരവേൽക്കാം. ആജ്ഞയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒപ്പം ഈ ന്യൂ ഇയർ ആദ്യം എത്തിയ വിവരങ്ങൾ അജയ് സുധാ ബിജുവും പുതുവത്സരാഘോഷത്തിനെത്തുന്നവരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഫോർട്ട് കൊച്ചിക്കാർ.